വൈകുന്നേരം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചർ നേരെ വണ്ടി എടുത്തോട്ട് പോയി. ചെക്കൻ ഇവിടെ ഇല്ല കേട്ടോ, ചെക്കൻ അമ്മയുടെ അടുത്താണ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഓലയിലായിട്ടാണ് കേട്ടോ. വെറും നല്ല ചായ പിടിക്കാൻ വേണ്ടി ഒരു ചായയിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. പക്ഷേ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു അവിടെ നിന്ന് കിട്ടുന്നത്. ഈ പ്രാവശ്യം മൊത്തത്തിലെല്ലാം പോയി ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് കടകളിലേക്ക് കയറി ഇറങ്ങി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോരുക കേട്ടോ. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുക. വലിയ മഴയൊന്നുമില്ല. ഇപ്പോൾ ഇതായി രാത്രിയത്തെ കലാപരിപാടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ചെക്കനെ കിടത്തി ഉറക്കിയതിന് ശേഷം പിന്നെ എൻ്റെ കലാവിരുദ്ധങ്ങ് തുടങ്ങി. കലാവിരുദ്ധമല്ല, സർട്ടിഫിക്കറ്റ് എല്ലാം ഫില്ല് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. നാളെ പ്രവേശനോത്സവമാണ്, പിന്നെ സെൻഡ് ഓഫും കൂടെ നാളെയാണ് കേട്ടോ. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് പോകുന്ന പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് മൊമെൻ്റായി നമ്മൾ കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് ഇതൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അവനോട് ഉണ്ടെങ്കിൽ പിന്നെ സർട്ടിഫിക്കറ്റ് പോണ വഴി അറിയില്ല. അതുകൊണ്ട് ഞാൻ അവനെ കിടത്തി ഉറക്കിയിട്ടാണ് ഇതിനൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നാളെ കാണാം.